എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ മുനിസിപ്പൽ ജംഗ്ഷൻ്റെ മേൽപ്പാലം. ആ മേൽപ്പാലത്തിൽ നടന്ന ഒരു അപകടമാണ്. അതായത് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ഒരു KSRTC ബസ്. ആ ബസ് അതിൻ്റെ ടയറിന് പഞ്ചറാവുകയോ മറ്റോ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളമായി ആ KSRTC ബസ് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കായിരുന്നു. കണ്ടക്ടറും ഡ്രൈവറും ഇറങ്ങി പിറകിൽ നിന്ന് ദിശ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വടക്കു നിന്നും വന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിൻ്റെ ആ സ്കൂട്ടർ ഈ KSRTC ബസ്സിൻ്റെ പിറകിൽ ഇടിച്ച് അതിൻ്റെ ടയറിൻ്റെ അടിയിലേക്ക് കയറിപ്പോയി. എറണാകുളം സ്വദേശിയായിട്ടുള്ള ഇഹിജാസ് TP 35 വയസ്സെന്ന ചെറുപ്പക്കാരനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വരുന്നത് കെയർ ഓഫ് അബ്ദുൽ സലാം 357A തൊമ്മിൽ പുതിയ മാളിയേക്കൽ ഹൗസ്, വട്ടേക്കോട്ട് റോഡ്, മുട്ടിനക്കം, വരാപ്പുഴ, എറണാകുളം. ഈ അഡ്രസ്സിൽപ്പെട്ട ഒരു യുവാവാണ് ഇഹിജാസ് TP 35 വയസ്സെന്ന ചെറുപ്പക്കാരനാണ് ഈ വാഹനത്തിൻ്റെ ഈ KSRTC ബസ്സിൻ്റെ താഴേക്ക് ഇടിച്ച് ഉള്ളിലേക്ക് കയറിയത്. ഇതിൽ ഏറ്റവും അതിശയോക്തിയായ സംഭവം, ഒരു 2-3 ആഴ്ച മുൻപാണ് പേരാമ്പ്രയിൽ ഇതുപോലെ തന്നെ ഒരു ഇരുചക്രവാഹനം ഒരു ബസ്സിൻ്റെ അടിയിലേക്ക് ഇടിച്ചു കയറി വാഹനം ഓടിച്ചിരുന്ന ആൾ മരണപ്പെട്ടത്. ഒരു 6-7 മാസം മുൻപാണ് ഇതേ ഫ്ലൈ ഓവർ കയറുന്നതിന് മുൻപുള്ള പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു തടിലോറി ഇതുപോലെ ഹൈവേയിൽ നിർത്തിയിട്ടിട്ട് അതിൻ്റെ പിറകിൽ വന്ന് ഒരു ഇരുചക്രവാഹനക്കാരൻ വന്ന് ഇടിച്ചു കയറി മരണപ്പെടുന്നത്. ഇത് നമ്മൾ ഈ ഫ്ലൈ ഓവർ കയറുന്ന ഫ്ലൈ ഓവറിലൊക്കെ തന്നെ വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നു കഴിയുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട പല മുൻകരുതലുകളുണ്ട്. KSRTC ബസ്സാണ് ഇതുപോലെ കിടന്നത്. തൊട്ടടുത്ത് തന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ട്. നമ്മുടെ ഈ അലംഭാവം കൊണ്ട് വരുന്ന സംഭവങ്ങൾ എന്താണ്? ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് മുറിവുണ്ട്. ആ മുറിവിൽ നിന്ന് ശക്തമായിട്ടുള്ള രക്തസ്രാവമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്നും എനിക്ക് തോന്നുന്നത് അഡ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ വിധമാണ് ആ ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് പറയുന്നത്. കാരണം അത്രയും വലിയ ഇടിയായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം, KSRTC ബസ്സിൻ്റെ താഴേക്ക് ഇടിച്ച് കയറി അതിൻ്റെ ബാക്കിലെ ഭാഗം ഇടിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സ്കൂട്ടർ ഇടിച്ച് അതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഇരുചക്രവാഹനം ഇടിച്ച് കയറിയിരിക്കുന്നത്. എന്തായിരുന്നാലും എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ ചേട്ടൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവന് യാതൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. ഹൈവേകളിൽ പ്രത്യേകിച്ച് ഫ്ലൈ ഓവർ കയറുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇത്തരം വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സാധാരണക്കാരായ ആളുകൾ, നിരത്തിലൂടെ വരുന്ന ആളുകൾ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.